വെയിൽ പക്ഷേ ഇതിന് കിട്ടില്ല. കാലിലേക്ക് നല്ല വണ്ണമുള്ള മസിലും ഒക്കെ ആയിട്ടിരിക്കുന്നതിന് അതൊന്നും വെയിൽ കാണാൻ പറ്റില്ല. നമ്മള് കയ്യിലെ വെയിൽ എടുക്കുന്ന പോലെ അല്ലല്ലോ അത്. സഹിക്കാവുന്ന വേദനയിൽ അപ്പുറമാണ്. അടുത്ത കാലിൽ അവർ പറഞ്ഞിട്ട് ഞാൻ വരില്ല, എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മേടിച്ചു വെക്കാൻ പറഞ്ഞു. അവര് അപ്പൊ തന്നെ ഇവര് വരുന്ന ഡേറ്റ് നോക്കി തന്നെ ഞാൻ മാൻ ശക്തിമാൻ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സമയം റീന മാഡത്തിനോട് വിളിച്ച് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ലിജി മിസ്സേ അതും കൂടെ മേടിച്ചു കൊടുക്കൂ, എന്നാലേ നമുക്ക് ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാന് നേരെ തന്നെ മാൻ ശക്തിമാനും കൂടെ ആഡ് ചെയ്യാനായിട്ട് 3 ബോട്ടിൽ മേടിച്ചു വെച്ചു. അവര് വന്നു. അവര് 4:30 വന്ന ഉടനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി വീട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ 3 ബോട്ടിലും കൂടെ കഴിക്കുക. എന്നെ വിശ്വസിച്ചുള്ള ഇത്രയും ചെയ്യുന്നത്, ഇതും കൂടെ കഴിക്കുക. കഴിച്ചു കഴിയുമ്പോഴത്തേക്കും മാറ്റം വരുന്നു. കാരണം അവർക്ക് ആ കാലിലെ വേദനയുടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തെ അവസ്ഥ അത് വെച്ച് നോക്കി അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇരുന്ന് അവരേതായാലും കഴിച്ചെന്ന് പറഞ്ഞാൽ അതൊരു അമേസിങ് റിസൾട്ട് ആണ്. 10-16 വർഷങ്ങളോളം അവർ വേദന സഹിച്ച് ഇരുന്നത് അവർക്ക് പിന്നീട് വന്നിട്ടില്ല. ഇപ്പൊ 2 വർഷത്തോളം ആകുന്നവർക്ക് ആ ഒരു പ്രോബ്ലവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത്, വെരിക്കോസ് വെയിന് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ചെയ്യുമ്പം ഈ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കാം, ചാമ്പ്യൻ കൊടുക്കാം. ചെറുതായിട്ട് വേദന മാത്രമേ ഉള്ളൂ. കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഈ ഇതും കൂടെ കൊടുക്കണം, മാൻ ശക്തിമാനും കൂടെ കൊടുക്കണം. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അത് മൈക്രോ സർക്കുലേഷൻ കൂട്ടുന്നു എന്നത് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ചെറിയ ഞരമ്പുകളിൽ കൂടിയുള്ള രക്ത ഓട്ടത്തിനെ അത് തടസ്സമില്ലാതെ കടത്തിവിടുന്നു. ആ ഒരു പ്രോസസ്സാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നമ്മൾ ആ സാധനം റെക്കമെൻഡ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് കൊടുക്കാം. ആ സാധനം കൂടെ ചേർത്താലാണ് വെരിക്കോസ് വെയിന് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. അത് വളരെ നല്ലതാണ്. പിന്നെ അതിന്റെ കൂടെ നാട്സിയവും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം അതിനകത്ത് മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ ഉണ്ട്. ആ മഗ്നീഷ്യത്തിനും ഈ നെർവിൽ കൂടെ ഉള്ള ഇത് എന്നെ ചേർക്കാവുന്നതാണ്. അപ്പൊ ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അതാണ്. നിങ്ങൾ പുതുതായിട്ടുള്ളവരൊക്കെ ഒന്ന് വിചാരിക്കും അതെന്താണ് പല കാര്യങ്ങൾ ഒന്നിച്ചു കൊടുക്കുന്നത്, അതിന്റെ ഇതുപോലെ അതുപോലെ എന്ന് വിചാരിക്കും. ഇത് നമ്മളുടെ ഇതെന്ന് പറഞ്ഞാല് സപ്ലിമെന്റുകളാണ്. സാറ് പറഞ്ഞതുപോലെ, അല്ലാതെ ഇത് മരുന്നുകളല്ല. അപ്പൊ നമുക്ക് ഈ രോഗാവസ്ഥ വരാനുണ്ടാകുന്ന കാരണം തന്നെ എന്തിന്റെയെങ്കിലുമൊക്കെ അഭാവം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിലുള്ള പ്രശ്നങ്ങള്, പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. നമ്മളിപ്പം വർഷങ്ങളായിട്ട് ജീവിച്ചു വരുന്നത് ഒരു സമയം കൊണ്ട് നമ്മൾ മാറ്റുന്നില്ല. അപ്പൊ എന്തിന്റെയെങ്കിലും ഓവർ പ്രൊഡക്ഷൻ, ഇതൊക്കെ തന്നെയാണ്. അത് വീണ്ടും നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റാത്തിടത്തോളം കാലം, കാരണം നമ്മൾക്കറിയില്ല എന്തുമൂലമാണ് ഇത് വന്നതെന്ന്. അപ്പൊ പഴയ പോലെ തന്നെ വരും. അതുകൊണ്ടാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉപയോഗിക്കുമ്പോൾ കുറവുണ്ട്, അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാണ്. അതിന്റെ റീസൺ ഇത് തന്നെയാണ്. അത് എന്ത് കാരണം കൊണ്ടുള്ളതാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാതെ തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. കാരണം നമ്മൾക്കറിയില്ല ഏത് എൻസൈമിനുള്ള കുറവാണ്, അല്ലെങ്കിൽ ഏത് മെറ്റബോളിക് പാത്വേയിലുള്ള കുറവാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് സപ്ലിമെന്റ് രൂപത്തിൽ ചെല്ലുമ്പോൾ അത് നമ്മളെ കറക്റ്റ് ആക്കാം. ഉദാഹരണം പറഞ്ഞാൽ നാട്സിയം കഴിക്കുമ്പം ഒത്തിരി പേർക്ക് പലതരത്തിലുള്ള ആശ്വാസങ്ങൾ അവിടെ വരുന്നുണ്ട്. കാരണം നാട്സിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് കാൽസ്യം മാത്രമല്ല മഗ്നീഷ്യവും കൂടെ ഉണ്ട്. ആ മഗ്നീഷ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നല്ലതാണ്. ബ്രെയിന്, നെർവ്, ഇതിനെല്ലാം നല്ലതാണ്. ഏകദേശം 300ഓളം എൻസൈമുകളുടെ കോഫാക്ടറായിട്ട് പിന്നെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു മഗ്നീഷ്യമാണ്. അപ്പൊ അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ ലീഡേഴ്സ് പറയുന്ന ആ പ്രൊഡക്റ്റുകൾ, അതിന്റെ കൂടെ തന്നെയുള്ള സപ്ലിമെന്റുകൾ നമുക്ക് എന്തെങ്കിലും അവസ്ഥകൾ വരുന്ന സമയത്താണല്ലോ നമ്മൾ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഒന്ന് കൂട്ടിച്ചേർന്നോട്ടെ, അസുഖം വരാൻ വേണ്ടി നമ്മൾ നോക്കണ്ട. ഏജ് ഒരു ഫാക്ടറാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളും നമ്മൾക്ക് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് തന്നെ സപ്ലിമെന്റ്സ് ഇടയ്ക്ക് കഴിക്കുന്നത് നമ്മൾക്ക് നല്ലത് തന്നെയാണ്. തിരക്കേറിയ ജീവിതത്തില് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞിട്ടേ അവനെ ശ്രദ്ധിച്ചു തുടങ്ങുള്ളൂ. അപ്പം സപ്ലിമെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ കുറെ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിലൊരു ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് PCOD എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നതാണ്. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എല്ലാവർക്കും തന്നെ അറിയാം. PCOD, PCOS കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന വ്യക്തിയാണ്. എനിക്ക് വുമൻ കമ്പാനിയൻ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ എന്റെ ശരീരം തന്നെ ഒന്ന് റിലാക്സ് ആകുന്നത്. കാരണം ആ PCOD ഉള്ള സമയത്ത് എന്റെ ശരീരത്തിൽ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലായിട്ട് എല്ലാ മാസങ്ങളിലും പീരിയഡ്സ് ഉണ്ടാവില്ല. അത് പല ദിവസങ്ങള് മാറി, ഡേറ്റുകൾ തെറ്റും. അത് പിന്നെ ടെൻഷൻ നന്നായിട്ട് വരും. കാരണം എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ പഠിക്കുന്ന കാലം തൊട്ട് ഉള്ളതാണല്ലോ, ജോലി
സമയം അങ്ങനെ. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന കാലത്ത് അയ്യോ ആവരുതേ എന്ന് ഉള്ള ഒരു മെന്റാലിറ്റിയിലാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആകും. പിന്നെ ആകുന്ന ദിവസം 2 ദിവസം ലീവാണ്. പക്ഷെ 10th and പബ്ലിക് എക്സാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ലീവ് അടിക്കാൻ പറ്റൂല. അതൊക്കെ നമ്മൾക്കൊരു ടെൻഷൻസ് ആണ്. അങ്ങനെ ഒരു 10-25 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഉൽപ്പന്നം എന്റെ മുന്നിൽ കിട്ടുന്നത്. ആ ഒരു സമയം എന്ന് പറയുമ്പോ എബൌട്ട് 40s-ലാണ്. 40-കളെന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം പ്രീ മെനോപസൽ സ്റ്റേജിലേക്ക് പോകുന്ന സ്റ്റേജിലാണ് നമ്മൾക്ക് ഈ ഒരു സാധനം കിട്ടിയത്. പക്ഷേ അത്ഭുതം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഈവൻ ഇപ്പം സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാസത്തെ 2 ദിവസം സിക്ക് ലീവ് അടിച്ചുകൊണ്ടിരുന്ന ഞാൻ സിക്ക് ലീവ് അടിക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല. അതുപോലെ തന്നെ വളരെ നന്നായിട്ടാണ് കാര്യങ്ങള്, പ്രശ്നമില്ല. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അതിന് വുമൻ കമ്പാനിയനും അതിന്റെ കൂടെ PCOD ഉള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ സൈക്ലോവൈൻ കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് സൈക്ലോവ ചേർത്ത് കൊടുക്കേണ്ട വ്യക്തികൾ എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളെ തൊട്ട്, കൊച്ചുകുട്ടികൾ തന്നെ പീരിയഡ്സ് ആയവർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ മുതല് മുന്നോട്ട് ഉള്ളവർക്ക് ഇത് സൈക്ലോവ കൊടുക്കാം. വളരെ ഏജ് ആയിട്ടുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. മെനോപസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാൻ. അവർക്ക് സൈക്ലോവയുടെ ആവശ്യമില്ല, വുമൻ കമ്പാനിയൻ മാത്രം മതി. വുമൻ കമ്പാനിയൻ വരുമ്പോൾ നമ്മുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നിർത്തും. നമ്മൾക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉള്ള ഈ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കുള്ള ഹോർമോൺ ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് മാത്രം അഭിമാനിക്കാൻ പറ്റുന്നതാണ്. ആ ഈസ്ട്രജൻ ആണ് ബോഡിയെ അത്ര കണ്ടീഷനിൽ നിർത്തുന്നത്. കാരണം ബോഡിയുടെ ഒരു ബാലൻസിങ് ആണ്. അതായത് ടെമ്പറേച്ചർ ബാലൻസിങ്, അങ്ങനെ മറ്റു ഹോർമോണുകളുമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ആ ഈസ്ട്രജൻ എത്ര കാലം നമ്മുടെ ബോഡിയിലുണ്ടോ അത് അത്രയും നല്ലതാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും പിന്നെ മെനോപസിന് ശേഷം സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കൂടുതലാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന്റെ കാരണവും ഈ ഈസ്ട്രജൻ ഉള്ളപ്പം ബ്ലഡ് ഡൈലൂഷൻ നടക്കും. അപ്പം ഡൈലൂഷൻ വരുന്നത് കൊണ്ട് പിന്നീട് അപ്പം ബ്ലഡ് ഡൈലൂഷൻ കുറയുമ്പോൾ തിക്നെസ് വരും. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ഈസ്ട്രജനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ നല്ലതാണ്. അപ്പൊ നമ്മൾക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാം ഈ വുമൻ കമ്പാനിയൻ എന്നുള്ളത്. പ്രായമായവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരേ ഒരു നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വുമൻ കമ്പാനിയൻ. ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ്. അത് എന്റെ ഒരു അനുഭവമാണ് PCOD എന്നുള്ളത്. അത് ഒരു പേടിക്കാതെ എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ മറന്നു പോകാതെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കണം. കുറച്ച് വെള്ളമല്ല, ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പോരാ, ധാരാളം വെള്ളം കുടിക്കണം. അല്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ വുമൻ കമ്പാനിയനൊക്കെ കുടിക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വരും. എന്നാൽ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ യൂറിനറി ഇൻഫെക്ഷന്റെ സ്റ്റാർട്ടിങ് ഈ വുമൻ കമ്പാനിയൻ മൂലം ഇല്ലാതാവുകയും ചെയ്യും. കാരണം ഈ വജൈനൽ സെക്രീഷൻസ് കറക്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇത്. വുമൻ കമ്പാനിയന്റെ കൂടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അയൺ സിറപ്പും കൂടെ ചേർത്തും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ PCOD ഒക്കെ ഉള്ളത് അങ്ങനെയുള്ളവർക്ക് ബ്ലഡ് പ്യൂരിഫയറും കൂടെ ചേർത്തും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന സാധനമാണ്. പിന്നീട് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടില് പനി കാര്യങ്ങള് ഉള്ളതിന് കോഫ്നിലും ബിലോ 37 മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. 3-4 വർഷങ്ങളായിട്ട് അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് ഉപയോഗിച്ച് ഞങ്ങൾ എല്ലാവരും അതിന്റെ ഫലം അനുഭവിച്ചതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് വരുന്ന ഒരു പനി മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് നമ്മൾ പനി തിരിഞ്ഞു നോക്കണ്ട. അല്ലെങ്കിൽ 3-4 പേരുള്ളതാണ്, എല്ലാവരും സ്കൂളിലായിട്ടും ജോലിക്കായിട്ടും ഒക്കെ പോകുന്നതാണ്. ആരെങ്കിലും ഒരാൾ പനിയും കൊണ്ടുവരും, അത് എല്ലാവർക്കും തന്നെ വരും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ആ പനി വന്നാൽ നമ്മൾക്കറിയാം ഹോസ്പിറ്റലിൽ ചെന്നാൽ ആന്റിബയോട്ടിക്, പാരസെറ്റമോള് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് തരുന്നത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് കഴിച്ച് അവിടെ കിടക്കുക എന്നുള്ളതല്ലാതെ ഫുഡ് കഴിക്കത്തില്ല. പിന്നീട് ആ ഇമ്മ്യൂണിറ്റി കുറയും, ഒരു ക്ഷീണം, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ കഫ്നില് ബിലോ 37 കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവരിങ്ങോട്ട് അമ്മ വിശക്കുന്ന എന്നാ ഉണ്ട് കഴിക്കാൻ എന്ന് ചോദിച്ച് നമ്മൾക്ക് ഫുഡും മേടിച്ച് കഴിക്കും. പിന്നെ ഇത് കഴിച്ചിട്ട് നമുക്കൊരു ക്ഷീണമില്ല, നമ്മൾ തളർന്ന് കിടക്കത്തൊന്നും. പാരസെറ്റമോൾ പറയുമ്പോൾ അല്പം സെഡേഷൻ ഉണ്ട്, കഫ്നിലും സെഡേഷൻസ് ഉണ്ട്, നമ്മൾ ഉറക്കം വരും. ആ ഒരു ഇതില്ല. നമ്മൾക്ക് റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ ടീച്ചിങ് പ്രൊഫഷണലാണെന്ന് സാർ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പോകുന്നതാണ്. 250 കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്നതാണ്. അപ്പൊ ക്ലാസ്സുകളിൽ ആർക്കെങ്കിലും ഒക്കെ പനി കാണും.
അപ്പം ആ പനി വയ്യാഴികയുള്ള സമയത്ത് അവർക്ക് ടീച്ചർ ചെല്ലുമ്പോ അതൊരു ആശ്വാസമാണ്. അപ്പൊ മിസ്സേ എനിക്ക് പനി ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ, അല്ലെങ്കിൽ അവരെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ചുമക്കുന്നത്. അപ്പൊ നമ്മൾ ആ ക്ലോസ് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾക്ക് ആ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾക്ക് പറയാൻ പറ്റുമോ എന്റെ അടുത്ത് ഓടിപ്പോ അങ്ങനെ ഒരിക്കലും നമ്മൾക്ക് പറയാൻ പാടില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് പനിയുള്ള ഒരാളുമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നു, പനിയുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീസൺ വരുന്ന സമയത്ത് കഫ്നിൽ ഒരു 5 ml നമ്മൾ ഉപയോഗിച്ചാൽ മതി. നന്നായിട്ടുണ്ടെങ്കിൽ 10 ml ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ല എങ്കിൽ ഒരു ആസ് എ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 5 ml ഉപയോഗിച്ചാൽ അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല. പനി ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ളതല്ല, കാരണം രോഗാണുക്കൾ പനി വരണമെങ്കിൽ നമ്മൾക്ക് സാറേ സമയമാകുന്നുണ്ടേ പറഞ്ഞോണേ. ഇല്ല പറഞ്ഞു ടീച്ചറെ. ഓക്കെ ഓക്കെ. ടീച്ചേഴ്സ് ആയതുകൊണ്ടേ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും, അതൊരു ഹാബിറ്റ് ആണല്ലോ. അതുകൊണ്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നേരം ഒരു സിഗ്നൽ തരണം, ഞാൻ സ്റ്റോപ്പ് ചെയ്തോളാം. പനിയുടെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, നമ്മുടെ നേസൽ മൂക്കിൽ കൂടെ അല്ലെങ്കിൽ വായിൽ കൂടെയുള്ള ഇതിൽ സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ ത്രോട്ടിൽ എത്തിയിട്ടേ ഈ രോഗാണു വരുവുള്ളൂ. അല്ല നമ്മുടെ സ്കിന്നിൽ കൂടെ ഒന്നും കയറി ആർക്കും പനി കാര്യങ്ങളൊന്നും വരില്ല. സ്കിന്നിൽ കൂടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ടെമ്പറേച്ചറേ കൂടുള്ളൂ, അല്ലാതെ നോർമൽ ആയിട്ടുള്ള പനി നമ്മൾക്ക് വരില്ല, പകരുന്ന പനി വരില്ല. അതുകൊണ്ട് തന്നെ ഈ കഫ്നിൽ കുടിക്കുമ്പോൾ ഒരല്പം വായിലെടുത്തിട്ട് നമ്മൾ പയ്യെ ഗാർഗിൾ ചെയ്യുന്ന പോലെ പയ്യെ ഇച്ചിരി നേരം വെച്ച് പയ്യെ അങ്ങ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പനി വരാതിരിക്കുക. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് അങ്ങനെ കിട്ടൂല. പിന്നെ ക്ഷീണമായിട്ടോ അല്ലെ പനി അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോ ഇല്ലെങ്കിൽ നല്ല ക്ഷീണമുള്ള ദിവസങ്ങളിലും ബിലോ 37 ഉപയോഗിക്കുക. പാരസെറ്റമോളിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല, നമ്മുടെ ഒരു പ്രോഡക്റ്റുകൾക്കും സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷേ സൈഡ് ബെനിഫിറ്റുകളുണ്ട്. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് വേറെ പല ഗുണങ്ങളും കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ബോട്ടിൽ നോക്കുമ്പോഴും അതിന്റെ മുകളിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ എന്തിനിൽ നിന്നുള്ളതാണ് എന്നറിയാം. പിന്നെ സാറ് പറഞ്ഞതുപോലെ ആ വേണ്ടുന്ന കമ്പോണന്റ് ആയുർവേദമാണ്, അത് കഴിച്ചാൽ കിഡ്നി ലിവർ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് വീഡിയോ കേട്ടിട്ട് പലരും സംസാരിക്കുന്നുണ്ട്. അവരോട് ധൈര്യസമയത്ത് നിങ്ങൾ പറയുക, ഇത് സാറ് പറഞ്ഞ പോലെ കിച്ചറേഷൻ മെത്തേഡിൽ അതിൽ നിന്ന് വേണ്ടുന്ന കമ്പോണന്റ് മാത്രം എടുത്ത് ഈ നമ്മൾക്കുള്ള സപ്ലിമെന്റ് തയ്യാർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് വേറൊരു ദോഷം വരില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾക്ക് ഉള്ളതാണ്. ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഡൗട്ട് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കുക, നെറ്റിൽ നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുക, ലീഡേഴ്സിനോട് പറഞ്ഞ് അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പൊ ഈ വക കാര്യങ്ങൾ വന്നതാണ്. അതുപോലെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നടുവേദന പ്രോബ്ലം വന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്നതാണ്. നടുവേദന വളരെ കൂടുതൽ വന്നു. നടുവേദന വന്നിട്ട് അതിനെ ഹോസ്പിറ്റലിൽ പോകാതെ, അതായത് നടുവേദനയിലെ തൈലമൊക്കെ തേച്ചു പോയി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉള്ള സമയങ്ങളിലായിരുന്നു അത്. പിന്നെ അത് BP ഷൂട്ടപ്പായി. സ്കൂളിൽ നിന്ന് നേരെ BP കൂടി എന്നും പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നോക്കിയപ്പോ BP കൂടുതൽ. അവര് നേരെ MRI ഒക്കെ എടുത്തു. നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിന്റെ ശേഷവും അപ്പോൾ ആ സമയം എന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നീ നടുവേദന വെച്ചുകൊണ്ടിരുന്നിട്ടല്ലേ നിനക്ക് ഇത്രയും കൂടി, വീട്ടിൽ നിനക്ക് നോവേദന ക്യാപ്സ്യൂൾ ഇതൊക്കെ ഇരുന്നിട്ടാണോ കഴിക്കാതിരിക്കുന്നത്, മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക്. അപ്പൊ ആ സമയം ഡോക്ടർ പറഞ്ഞ ഇനി ഇത് ന്യൂറോയും കൂടെ കാണിക്കണമെന്ന്. അപ്പം അപ്പോഴാണ് ശരിയാ നടുവേദന ആണല്ലോ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വെളിവ്. നമുക്ക് ചില കാര്യങ്ങൾ അറിയാമെങ്കിലും മറ്റൊരാൾ പറയേണ്ട ഒരു ആവശ്യവും നമുക്ക് ജീവിതത്തിലുണ്ട്. അവിടുന്ന് നേരെ ശരി നാളെ വരാമെന്ന് ഡോക്ടറോട് പറഞ്ഞ് വീട്ടിൽ വന്ന് നോവേദന ക്യാപ്സ്യൂള് നമ്മുടെ കഴിച്ച് തന്നെയാണ് എന്റെ നടുവേദന മാറിയത്. BP പിന്നീട് ഷൂട്ടായില്ല. നമുക്കറിയാം വേദന കൂടി കഴിഞ്ഞാൽ BP കൂടും, അങ്ങനെ ഒരു സംഭവം. ഈ ഒരു അനുഭവം എന്റെ ഹസ്ബൻഡിനും വന്നു. അദ്ദേഹം പിന്നെ വീട്ടിൽ കുറച്ച് JCBയുടെ വർക്കുകൾ ഉണ്ടായിരുന്ന സമയത്ത് കൂടെ നിന്നതാണ്. അങ്ങനെ ഓഫീസിലേക്ക് ഒരു പതിവില്ലാതെ കൂടുതൽ വർക്ക് ചെയ്ത് പണിക്കാരുടെ കൂടെയൊക്കെ നിന്ന് നടുവെട്ടലായി. ആ ദിവസം വകവെക്കാതെ പോയി. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോ വേദന നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ വന്നു. അന്നേരം ഞാൻ കൊടുത്തത് മുരിങ്ങയും നെർവ് എനർജിയുമാണ്. നടുവെട്ടലിന് വളരെ സഡൻ ആയിട്ടുള്ള ബിലീഫാണ്. കാരണം വേദന കൂടിയിട്ട് അത് താങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് പോയത്. അപ്പൊ അത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ആ ഒരു അനങ്ങാൻ വയ്യാത്തൊരു കണ്ടീഷനിൽ വരെ പോയി. എന്നിട്ട് അത് മുരിങ്ങയും നെർവ് എനർജിയും മാത്രം കൊടുത്തിട്ടാണ് ആ സംഭവം റെഡിയാക്കിയത്. പിന്നെ ഞാൻ സ്കൂളിലാണ് കുട്ടികൾ ഇങ്ങനെ വളരെ ബിഹേവിയർ പ്രോബ്ലം ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഞാൻ ന്യൂട്രിലൈഫ് അവരുടെ പേരൻസിനോട് പറയാറുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ മേടിച്ചു കൊടുത്ത് വ്യത്യാസങ്ങളുണ്ട് സ്ഥിരം അസുഖമൊക്കെ വരുന്ന കുട്ടികൾക്ക്. പിന്നെ കഫ്നിൽ ഞാൻ മിക്കവാറും ഈ സ്ഥിരം പനി വരുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിന് പറഞ്ഞിട്ടുണ്ട്, അവരത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഈ ഒരു റിസൾട്ടോടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. എന്റെ മോളുടെ കൈ ഒന്ന് മുറിഞ്ഞ ഒരു സംഭവമാണ് അത്. പബ്ലിക് എക്സാമിന് 2 ദിവസം പുറയിലാണ്, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവള് കേക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തതാണ്. ആ സമയത്ത് അവളുടെ കയ്യിൽ
ചില്ല് കൊണ്ടതാണ്. ഒരു ഗ്ലാസ് ഫ്രെയിം ഇരുന്നു, അതിൽ തൊട്ടിട്ട് കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ പരീക്ഷ എഴുതുന്ന പോയിന്റ് ഫിംഗർ തന്നെ മുറിഞ്ഞു. അപ്പൊ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം 2 ദിവസത്തെ പബ്ലിക് എക്സാം എഴുതാനുള്ള കുഞ്ഞിന്റെ കൈ മുറിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ നമുക്കറിയാം, അത് മുറിവ് കൂടിയൊക്കെ വരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം, നമ്മുടെ ക്രീം ഉണ്ടല്ലോ, വൂണ്ട് ഹീലിംഗ് ക്രീം, അത് നേരെ എടുത്ത് വെച്ചു. ബ്ലഡ് ക്ലോട്ടിങ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് വെക്കുന്നത്. അത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ആ മുറിവ് മൂടിയിരിക്കുന്നു. കംപ്ലീറ്റ് ക്യൂർ ആയെന്നല്ല, മൂടിയിരിക്കുന്നു. 3ാമത്തെ ദിവസം ആ കുഞ്ഞ് പബ്ലിക് എക്സാം എഴുതി. കാരണം ഇംഗ്ലീഷ് എക്സാം ആരൊക്കെ എത്രത്തോളം എഴുതണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് എഴുതി, യാതൊരു കുഴപ്പവും ഇല്ലാതെ. അത് അങ്ങനെ അനവധി റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാണ്. നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ ഈവൻ ഒരു സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അവർ പറയുന്നത് ലോറയിൽ ഉൽപ്പന്നങ്ങളുണ്ട് അതിൻ്റെ അകത്ത്, അത് നമ്മൾക്ക് ദോഷമാണ്. അതുപോലെ തന്നെ പേസ്റ്റ് ഫ്ലൂറൈഡ് ഉണ്ട്, പല്ലിന് ദോഷമാണ്. അതുപോലെ തന്നെ ഫേസ് ക്രീമുകളുണ്ട്, അത് ക്യാൻസറിന് കാരണമാണ്. അങ്ങനെ നിരവധി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ടീച്ചർ, താങ്ക് യു, ഒത്തിരി നന്ദി. ടീച്ചറിന്റെ അനുഭവം, ഒരു കെമിസ്ട്രി അധ്യാപികയാണ്, അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള അധ്യാപികയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 6 മാസത്തിനകം ഡോക്ടറേറ്റ് എന്ന ഡിഗ്രി PhD എടുക്കുന്ന വ്യക്തിയാണ്. നമുക്ക് ഒരുപാട് LVSS അഭിമാനിക്കാം. ഡോക്ടർ ലിജിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ട ആവും. അത്രയും വലിയ നോളജുള്ള വ്യക്തിയാണ്. ഡോക്ടറുടെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ചങ്ങനാശ്ശേരിയിൽ ഒരു വലിയ സ്കൂളിലെ അധ്യാപികയാണ്. ടീച്ചർ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവത്തിന് ശേഷം, സംസാരത്തിന് ശേഷം ഞാൻ ടീച്ചറിനെ പറ്റി സംസാരിക്കാം. ഒരുപാട് ടീച്ചറിനെ ഈ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ, സ്വന്തം വീട്ടിലെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞാൽ തന്നെ ഒരു ദിവസം തീരത്തില്ല. അപ്പൊ അത്രയും കണ്ണ് നിറയുന്ന അനുഭവങ്ങളാണ് ടീച്ചറിന്റെ അനുഭവങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാവുന്നതാണ്. ടീച്ചറിനെ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വന്തം അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ടീച്ചർ. Teacher, please come. Is it teacher? Is it teacher ഉണ്ടല്ലോ? ടീച്ചറെ മ്യൂട്ട് ആണേ. ടീച്ചറെ ഓക്കെ, ടീച്ചറെ അടുത്തയാളെ വിളിച്ചേച്ചു. ഓക്കെ, നമുക്കറിയാം അത് ടീച്ചർ മ്യൂട്ടാവുന്നു. അടുത്തയാളെ നമുക്ക് അത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ടീച്ചേഴ്സിന്റെ വായിന്നാണ് എല്ലാവരും കേൾക്കുന്നത്. അടുത്തത് ടീച്ചറിനെയാണ് വിളിക്കാൻ പോകുന്നത്. അതവിടെ കോട്ടയത്തെ വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചറിന്റെ പ്രത്യേകത ഞാൻ വലിയൊരു നിസ്സാരമല്ല, വലിയൊരു ഒരു കലാകാരിയാണ്. കലാകാരി പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്ത്യയിലെ മിക്ക പള്ളികളിലും ടീച്ചറിന്റെ പള്ളികളിലെ അൾത്താറുകളിൽ ടീച്ചറിന്റെ ആ കൈവിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും വലിയ മനോഹരമായ പടങ്ങളൊക്കെ അൾത്താരയിൽ വരയ്ക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, അത് നമുക്ക് LVSS അഭിമാനിക്കാം. ഞങ്ങൾ ഒരു മാസമാണ് ടീച്ചറിനെ പരിചയപ്പെട്ടിട്ട്. ടീച്ചറും ഹസ്ബൻഡും രണ്ടുപേരും ഈ മേഖലയിലാണ്. സ്കൂളിലെ അധ്യാപികയാണ്, അതോടൊപ്പം തന്നെ കലാരംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആർട്ടാണ് ടീച്ചറിന്റെ മെയിൻ സബ്ജക്ട്. ടീച്ചർ കോട്ടയത്തുള്ള മെറീന മാത്യു ടീച്ചറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറീന ടീച്ചർ, ഹലോ. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നേ. എല്ലാവർക്കും എന്റെ പ്രഭാത വന്ദനം. എന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും എല്ലാം വീട്ടിൽ വന്ന് പറഞ്ഞു തന്നത് നമ്മുടെ NTC ലീഡറായ ആൻഡ്രൂ സാറും റീന മാഡവും എന്റെ അപ്ലൈനായ DTC ലീഡർ സുചിത്ര മാഡവുമാണ്. അപ്പോൾ ആദ്യം എന്നെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്.
അപ്പൊ അതിനെല്ലാം റിസൾട്ട് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയാം എന്നാണ് ആദ്യം അവരോട് പറഞ്ഞിരുന്നത്. സാറ് പറഞ്ഞ എന്റെ പേര് ജിൻസി, ഞാൻ ഇപ്പൊ സംസാരിച്ച ഡിജിമോൾ ടീച്ചറിന്റെ അതേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി തെങ്ങണയിലാണ് എന്റെ താമസം. അപ്പോഴ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ കാരണം 2018 ഐഡന്റിഫൈ ചെയ്തതാണ് എന്റെ മദർ ഇൻ ലോയ്ക്ക് ഡിമെൻഷ്യ ആണെന്നുള്ളത്. അപ്പൊ 2018 തൊട്ട് ഡിമെൻഷ്യ പേഷ്യന്റ് ആയ ഒരു മദർ ലോ ഉണ്ട് എന്റെ കൂടെ വീട്ടില്. ഇപ്പോൾ മമ്മി ജീവിച്ചിരിക്കുന്ന തന്നെ ശരിക്കും ഈ പ്രൊഡക്റ്റിന്റെ ഒരു മൂല്യം കൊണ്ട് തന്നെയാണ്. കാരണം ആദ്യം പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചത് 95 ആണ് മമ്മിക്ക് ആദ്യം കൊടുത്തത്. അപ്പോൾ മമ്മി മൂവ് ചെയ്യും. 2022 പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018 തൊട്ട് രോഗിയായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആദ്യം 95 യൂസ് ചെയ്തു. അന്ന് മമ്മിക്ക് അന്ന് എഴുന്നേറ്റ് നടക്കും, തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. വാഷ്റൂമിൽ പോണോന്ന് തോന്നുന്ന സമയത്ത് പോവും, ഇല്ലെങ്കിൽ ഏതാ പുള്ളിക്ക് ഇഷ്ടമുള്ള സ്ഥലം അവിടേക്ക് അങ്ങ് പോവുക, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ 95 ആദ്യം കൊടുത്തു കഴിഞ്ഞ് മമ്മിക്ക് കണ്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ മമ്മി വാഷ്റൂമിൽ പോകാൻ തുടങ്ങി. അപ്പോഴ് നമ്മള് ന്യൂറോ മെഡിസിൻസ് ആണ് കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരുന്നത്. അതിന്റെ ഒരു സെഡേഷൻ കൊണ്ട് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ആകെ ആളങ്ങ് ക്ഷീണപ്പെട്ടിരിക്കുന്ന പോലെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് അത്ര എനർജറ്റിക് ആയിട്ട് തോന്നുമായിരുന്നില്ല. 95 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴ് മമ്മി വാഷ്റൂമിൽ തന്നെ പോകാൻ തുടങ്ങി. നമ്മള് സഹായം ഒന്നും വേണ്ട, അല്ല മമ്മി അങ്ങോട്ട് വാഷ്റൂമിൽ പോണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും തന്നെ വാഷ്റൂമിൽ പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളൊരു ലെവൽ വന്നു. അത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന് എന്തൊക്കെയോ ഗുണങ്ങളുണ്ട് ഈ പ്രൊഡക്റ്റിന് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോഴ് അതോടുകൂടി ന്യൂട്രലൈഫ്, പ്രോട്ടീൻ പൗഡർ, മാൻശക്തിമാന്, ചാമ്പിത്തൈലം റെഗുലർ ആയിട്ട് മമ്മിക്ക് തലയിലും ദേഹത്തും മസാജ് ചെയ്ത് കൊടുക്കും. അതോടുകൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന അനുസരിച്ച് മാറ്റങ്ങളുണ്ട് പുള്ളിക്ക്. അപ്പൊ അതിൽ അങ്ങനെ തുടങ്ങി വെച്ചു. ഇപ്പോഴും പ്രൊഡക്റ്റുകളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ഷീണമുണ്ട്, പ്രശ്നമുണ്ട്, പക്ഷെ എങ്കിലും മമ്മിക്ക് ഒരു സെൻസ് ഉണ്ട്. നമ്മൾ ചോദിക്കുന്ന എന്താണെന്നും പറയുന്ന എന്താണെന്നും മനസ്സിലാവും. അല്ലെങ്കിൽ ഒന്നുകിൽ മൂളിക്കൊക്കെയും അല്ല തലയാട്ടി കാണിക്കും. ഇപ്പൊ സംസാരമൊക്കെ കുറഞ്ഞു, ക്ഷീണമുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഫുഡ് സപ്ലിമെന്റ്സ് ആയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം എന്താ ഒരു വയറുവേദന ഉണ്ടെങ്കിൽ പറയാൻ അറിയില്ല, ചുമ്മാ വയറിൽ ഇങ്ങനെ തൊട്ട് കാണിക്കും. എന്താണെങ്കിലും കൊള്ളാൻ പെട്ടെന്ന് നമുക്ക് പ്രൊഡക്റ്റുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇമ്യൂണോപ്ലസോ അല്ല പിന്നെ യൂറിൻ പോകാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ യൂറിഫ്ലഷിന്റെ ലിക്വിഡോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ എന്താന്ന് വെച്ചാൽ കൊടുക്കാം. അതങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ ഒരു പേഷ്യൻസിനെ കൊണ്ട് പെട്ടെന്ന് നമുക്ക് സോഡിയം താന്നുപോയി അങ്ങനെ എന്ത് പ്രോബ്ലം ആണെങ്കിലും പെട്ടെന്ന് ന്യൂട്രലൈഫ് 95 എല്ലാം പെട്ടെന്ന് കൊടുത്ത് ആ പ്രശ്നം മാറ്റിയ ഒത്തിരി അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ നമുക്ക് തിരക്ക് പിടിച്ചൊരു ജീവിത സാഹചര്യമാണോ, സ്കൂള്, വീട്, മമ്മി ഇങ്ങനെ ഇരിക്കുന്നു, അതൊക്കെ കൊണ്ട് പെട്ടെന്ന് എപ്പോഴും ഹോസ്പിറ്റലിലോട്ട് എടുത്ത് ഓടുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായൊരു ഇടപാടല്ല. കാരണം ഒരു പ്രൈവറ്റ് സ്കൂളിലായതുകൊണ്ട് നമുക്ക് ലീവും എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോഴ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഏത് പേഷ്യൻസിനും ഞാൻ പ്രത്യേകം സജസ്റ്റ് ചെയ്യുന്നത്, കാരണം എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, നമ്മുടെ ഈ പ്രൊഡക്റ്റ് അത് നമുക്കൊരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ അതുപോലെ മമ്മിക്ക് അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് ഒരു 7.3 mm ഒരു കിഡ്നി സ്റ്റോൺ. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് വേദന കൂടും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇഞ്ചക്ഷൻ എടുക്കും, ട്രിപ്പ് ഇടും, അങ്ങനെ വരും, വേദന മാറും, വീട്ടിൽ വരും. അങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ മമ്മിക്ക് 95 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ അടുത്ത് ഞാൻ യൂറിഫ്ലഷിന്റെ ലിക്വിഡും ക്യാപ്സ്യൂളും 1 മാസം ഹസ്ബൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോൺ പോയി എന്നുള്ളത് അറിഞ്ഞു. സ്റ്റോൺ പോയി എന്നുള്ളത് മനസ്സിലായി, പക്ഷെ അതൊന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതോടുകൂടി ആ വേദനയെ മാറി. 1 മാസം യൂസ് ചെയ്തോളൂ. ആ സ്റ്റോൺ വലിയൊരു റിസൾട്ട്. അതുപോലെ തന്നെ വുണ്ട് ഹീലിങ്ങിന് റിസൾട്ടുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കാരണം എന്റെ കൈ ഒന്ന് മീൻ വെട്ടിയപ്പോഴാണ് അത് പെട്ടെന്ന് കത്തിക്ക് മൂർച്ച കൂടുതലാണെന്ന് അറിയാതെ ഞാനൊരു വെട്ടിയത് എന്റെ കൈയുടെ വിരലിന്റെ താഴെ അകത്ത് വശത്ത് ഇങ്ങനെ തൊലി മൊത്തം പോയിട്ട് ഫ്ലഷ് കാണുന്ന രീതിയിലേക്കുള്ള ഒരു മുറിവായിരുന്നു. അതൊക്കെ 1-2 ദിവസം കൊണ്ട് മുറിവ് എവിടെയായിരുന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായി. അതുപോലെ എന്റെ മമ്മി ഫ്ലാസ്കിലേക്ക് വെള്ളം ചൂടാക്കി വെച്ചത് ഒഴിച്ചതാണ്. അതും അറിയാതെ കയ്യിൽ നിന്ന് അങ്ങ് സ്ലിപ്പായി കഴിഞ്ഞ കലവും വെള്ളവും എല്ലാം താഴെ പോയി. ചുറ്റും ചൂടുവെള്ളം. അപ്പൊ വൂണ്ട് ഹീലിംഗ് ഉണ്ട്, പക്ഷെ ആ ചൂടുവെള്ളത്തിൽ നിന്ന്
ഇറങ്ങിപ്പോയി ആ ഉണ്ടിയിലേക്ക് പെട്ടെന്ന് ഇടാനുള്ളൊരു അവസ്ഥയുണ്ടായില്ല. അതുകൊണ്ട് നന്നായിട്ട് കൈയുടെ മുട്ട് തൊട്ട് പത്തി വരെയുള്ള ഭാഗം നന്നായിട്ടൊരു കൈയുടെ നന്നായി പൊള്ളി അത് കൊടുന്നു. അപ്പൊ അയൽവക്കത്തുള്ളവരെല്ലാം കൂടി വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു ആ ഒരു അവസ്ഥയാണെന്ന്. മമ്മി പറഞ്ഞു സാരമില്ല. അപ്പൊ പെട്ടെന്ന് ചമ്പിയും വുണ്ട് ഹീലിംഗ് കൊണ്ടാണ് ഒരു 4 ദിവസം എടുത്തു ശരിക്കും അത് കംപ്ലീറ്റ് കെയർ ആയി. ഇപ്പൊ തൊലിയൊക്കെ വന്നു, ഒരു പ്രശ്നവും ഇല്ല. അത് വലിയ റിസൾട്ട്. അതുപോലെ തന്നെ മദർ-ഇൻ-ലോയ്ക്ക് ഇടയ്ക്ക് ഡയപ്പർ യൂസ് ചെയ്യുള്ളൂ. ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബെഡ് സോർ പോലെ ഉണ്ടാവും. അതിന് നമ്മള് വുണ്ട് ഹീലിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചാമ്പി കൊണ്ട് മസാജ് ചെയ്യും, കൂട്ടത്തിൽ വുണ്ട് ഹീലിംഗ് കൂടെ ഇടുമ്പോൾ പെട്ടെന്നുള്ള കെയർ ആണ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ബെഡ് സോർ ഉള്ള പേഷ്യൻസിന് നമുക്ക് പ്രത്യേകം സജസ്റ്റ് ചെയ്യാം വുണ്ട് ഹീലിംഗ് എന്നുള്ള പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ എന്റെ മകള് ഇപ്പൊ 9th കയറുകയാണ്. അവളൊരു 6th സ്റ്റാൻഡേർഡ് ആ ഒരു 5th അവൾക്ക് പെട്ടെന്നൊരു ഈ ശ്വാസം മുട്ടൽ പോലെ ഒരു പ്രോബ്ലം. അതിന് കുഞ്ഞുനാളിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം കണ്ടിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കണ്ടു. കാരണം കൂടുതൽ ദിവസങ്ങളിലും പിള്ളേർ സ്കൂളിൽ പോവാതിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം എപ്പോഴും നമ്മുടെ ഒരു കാലാവസ്ഥ വ്യത്യാസം അനുസരിച്ച് പെട്ടെന്ന് പനി വരും. അതുകൊണ്ട് അതോടുകൂടി അങ്ങ് ശ്വാസം മുട്ടൽ വരിക. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനിയും അടുപ്പിച്ച് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യണം. അത് അല്ലാതെ പറ്റില്ല. കാരണം ഓക്സിജൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കവചപ്രാശം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കവചപ്രാശം യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പനിയുടെ വരവ് കുറഞ്ഞ് ശ്വാസം മുട്ടലും കുറഞ്ഞു. ഇപ്പം അതുകൊണ്ട് തന്നെ അറ്റൻഡൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അവൾ 9th കയറാം. അപ്പൊ അല്ലെങ്കിൽ ഒക്കെ ഒത്തിരി എക്സാംസ് മിസ്സാവും. അപ്പൊ ഞാനിതിങ്ങനെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ക്ലാസ്സുകൾ കൂടി വരുമ്പോഴേക്ക് എക്സാംസ് ഒക്കെ ഇങ്ങനെ എഴുതാൻ പറ്റാതെ വന്നാൽ എന്താവും എന്നുള്ളൊരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരമായിരുന്നു കവചപ്രാശം. അതുകൊണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് ആരോടും പറയാം. കാരണം നമ്മളെ വിശ്വസിക്കുന്ന ആരും പ്രൊഡക്റ്റുകൾ മേടിച്ച് അവർക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകളെ അവർ വിശ്വസിക്കും. അതുപോലെ ഒത്തിരി റിസൾട്ടുകളുണ്ട്. ഒത്തിരി റിസൾട്ടുകൾ പുറത്ത് അലർജിക്ക് മറ്റുള്ളവർക്കും കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരോട് നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം വലിയ മഹത്തരമായ ഒരു കർത്തവ്യമാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഒരു അസുഖം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കർത്തവ്യമാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഒരു പുണ്യമായിട്ട് തന്നെ കരുതുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരാൾക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു തലവേദന വന്നു, ചുമയുണ്ടായി, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നിരവധി ഒത്തിരി റിസൾട്ടുകളുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്പുണ്യം നിർത്തുന്നു. എന്നെ ഈ സംരംഭത്തിലേക്ക് കൈപിടിച്ചു ചേർത്ത് എനിക്ക് എപ്പോഴും താങ്ങായി നിൽക്കുന്ന എന്റെ ലീഡേഴ്സ് അവര് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു ടീച്ചർ, താങ്ക് യു, ഒത്തിരി നന്ദി. നമുക്കറിയാം ടീച്ചറുടെ വലിയൊരു പ്രധാന സ്കൂൾ അധ്യാപികയാണ് വർഷങ്ങളായിട്ട്. പക്ഷെ നമുക്ക് ഇന്ന് നമ്മൾ ധാരാളം വീഡിയോയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പറയാനുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മാതാപിതാക്കളെ നോക്കുന്നത് ആരായിരിക്കും? മിക്ക വീഡിയോയിൽ ഞങ്ങൾ കാണാറുണ്ട് ഹോം നേഴ്സിനെയാണ് വെക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് നന്ദിയോടെ സ്തുതിക്കേണ്ട വ്യക്തിയാണ് ജെസ്സി ടീച്ചറെ. രണ്ട് അമ്മമാരെയാണ് ടീച്ചർ ഒരേ സമയത്ത് നോക്കുന്നത്. ഒരു ഹോം നേഴ്സും ഇല്ല, ഒന്നുമില്ല. 2 അമ്മമാരെ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ് ടീച്ചർ. സ്കൂളിലെ ജോലിയോടൊപ്പം തന്നെ ഈ ടീച്ചറിന്റെ നമുക്ക് ടീച്ചറിന്റെ മദർ-ഇൻ-ലോയെ പറ്റി നമുക്കറിയാം. വെറും വലിയൊരു രാഷ്ട്രീയ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പണ്ട് ആദ്യത്തെ ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അപ്പൊ ആ വ്യക്തിയുടെ അവസ്ഥ ഇന്നത്തെ ഞങ്ങൾ കണ്ടായിരുന്നു. ആ വ്യക്തി ഇന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ പ്രൊഡക്റ്റിലായിരുന്നെങ്കിൽ ആ അവസ്ഥയെ എങ്ങനെയാണ് ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ സ്തുതിക്കുക. നമുക്ക് അത്രയ്ക്ക് നല്ല ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതുപോലെ ടീച്ചർ ഒരുപാട് റിസൾട്ട് ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നന്ദി ടീച്ചറെ എല്ലാം പറഞ്ഞു തന്നതിന്. ഓക്കെ, താങ്ക് യു ടീച്ചർ.